നമുക്ക് എങ്ങനെ ഡെയിലി ലൈഫിൽ പോസിറ്റിവിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാം? പോസിറ്റിവിറ്റി എന്ന് പറയുന്നത് എങ്ങനെ നമുക്ക് നിലനിർത്താം? മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ ബ്രെയിൻ. അതുകൊണ്ടാണ് പണ്ടത്തെ ആൾക്കാർ പറയും ചുട്ടയിലെ ശീലം ചുടല വരെയെന്ന്. അതായത് മരിച്ച് നമ്മൾ ശവക്കുഴിയിൽ എടുക്കുന്നിടം വരെയും നമ്മുടെ ചെറുപ്പത്തിൽ ശീലിക്കുന്ന ശീലങ്ങളാണ് തുടർന്നുകൊണ്ട് പോവുക. ഒരു പോസിറ്റീവ് മെൻറ്റാലിറ്റി നമുക്ക് നിലനിർത്തണമെങ്കിൽ നമ്മൾ ഒന്നാമതായി ചെയ്യാനായിട്ടുള്ളത് അത് ശീലിക്കുക എന്നുള്ളതാണ്. ആസ് എ ഹ്യൂമൻ ബീയിങ് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വി ആർ നോട്ട് ഡിസൈൻഡ് ഫോർ സക്സസ്, വി ആർ ഓൺലി ഡിസൈൻഡ് ഫോർ സർവൈവൽ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുന്നു, പണ്ട് കാലം മുതൽ നോക്കുകയാണെങ്കിൽ നമ്മൾ സർവൈവലിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഹ്യൂമൻ ബോഡി ഡിസൈൻ ചെയ്തിരിക്കുന്നത്, സക്സസ്സിന് വേണ്ടിയിട്ടല്ല. നമ്മുടെ ബ്രെയിൻ എപ്പോഴും നമ്മളെ നോക്കുക നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്താനാണ്. എന്ത് അഡ്വേഴ്സിറ്റീസ് വന്നാലും എന്ത് ഡിഫിക്കൽട്ടീസ് വന്നു കഴിഞ്ഞാലും പ്രശ്നങ്ങൾ വന്നാലും അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ മാത്രമേ നിങ്ങളുടെ ബ്രെയിൻ ശ്രമിക്കുകയുള്ളൂ. അപ്പോൾ സക്സസ്സിലേക്ക് കൊണ്ടുപോകുക അല്ലെങ്കിൽ പോസിറ്റീവ് മെൻറ്റാലിറ്റി നിലനിർത്തുക എന്നൊക്കെ പറയുന്നത് ഇച്ചിരി പ്രയാസമുള്ള കാര്യമാണ്. പക്ഷേ വൺസ് നമ്മളൊന്ന് ശീലിച്ചു കഴിഞ്ഞാൽ നമുക്കത് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാം. അപ്പം എങ്ങനെ ശീലിക്കാം? എല്ലാ ദിവസവും നമ്മൾ ഇൻറ്റൻഷനലി പോസിറ്റീവായിട്ട് ചിന്തിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നോർമലി നമുക്ക് പെട്ടെന്ന് നെഗറ്റീവായിട്ട് ചിന്തിക്കാനുള്ള ടെൻഡൻസി വളരെ നാച്ചുറലാണ്. അപ്പോൾ ആ സമയത്ത് ഇൻറ്റൻഷനലി നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക. പലപ്പോഴും നമ്മൾ സെൽഫ് ടോക്കുകൾ നടത്താറുണ്ട്. എന്നെക്കൊണ്ട് അത് പറ്റുന്നില്ല, അല്ലെങ്കിൽ എന്നെക്കൊണ്ട് ഇത് ഭയങ്കര പ്രയാസമാണ്, അല്ലെങ്കിൽ ആ ഒരു എബിലിറ്റി ഇല്ല. ഒരു നെഗറ്റീവ് ടോക്ക് പലപ്പോഴും നമ്മൾ നടത്താറുണ്ട്. പക്ഷെ അങ്ങനെ പോകാതെ ഇൻറ്റൻഷനലി പോസിറ്റീവായിട്ട് നിങ്ങളത് ചിന്തിക്കാൻ പഠിക്കുക. നിങ്ങൾക്കറിയാം, ഞാൻ സാധാരണ ക്ലാസ്സിലെടുക്കുന്ന സമയത്ത് കുട്ടികളോട് പറയാറുണ്ട്, ഹ്യൂമൻ ബീയിങ് തിങ്ക് ഓൺലി 5%. 95% ഓഫ് ദ തിങ്സ് ദാറ്റ് വി ആർ ഡൂയിങ് ആർ ഓട്ടോമേറ്റഡ്. 5% കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മൾ ചിന്തിച്ച് ചെയ്യുന്നത്. 95% കാര്യങ്ങളും നമ്മൾ ഓട്ടോമാറ്റിക്കായി ചെയ്തു പോകുന്നതാണ്. അതാണ് ബ്രെയിനിൻ്റെ പ്രധാനപ്പെട്ട, അങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ 5% നമ്മൾ എന്താ ചെയ്യുക? പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ പഠിക്കുക. നെഗറ്റീവ് വരുമ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ പഠിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു പോയിൻ്റ് കഴിയുമ്പോഴത്തേക്കിന് നിങ്ങൾ പിന്നീട് എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കാനുള്ളൊരു ടെൻഡൻസി നിങ്ങൾക്ക് ഉണ്ടായിക്കോളും എന്നുള്ളതാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ചുട്ടയിലെ ശീലം ചുടല വരെ. അതുകൊണ്ട് വളരെ യങ് ആയിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ എന്താവുക, പോസിറ്റീവ് മൈൻഡ് സെറ്റ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക. ആൻഡ് അതൊരു സിമ്പിൾ കാര്യമാണ്, ബട്ട് ഇറ്റ് ഈസ് നോട്ട് ഈസി. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ടോപ്പ് 5% എന്നാണ് പറയുന്നത്. അപ്പോൾ റെസിസ്റ്റ് ചെയ്ത് നിൽക്കാൻ കഴിവുള്ളവർ 5%. സോ നമ്മൾ ശ്രമിക്കേണ്ടത് ആ ഒരു 5%ത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടുമാണ്. സോ പ്രാക്ടീസ് മേക്ക് എ മാൻ പെർഫെക്റ്റ്. പ്രാക്ടീസ് മേക്ക് എ പോസിറ്റീവ് ഗൈ.